അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. ഇപ്പോൾ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. ഞാൻ ഇവിടെ ഗീ റൈസിൻ്റെ കൂടെയാണ് അത് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക, ചതച്ച മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അരമണിക്കൂർ കൂടുതലാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം, ക്യൂമിൻ സീഡ്സ്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആ ചിക്കൻ ഓരോ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വലിയ ഒരുപാട് ഓയിലുള്ള ഫ്രൈ ഒന്നുമല്ല, വളരെ കുറച്ച് ഓയിലിട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം. ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ ഗീ റൈസിൻ്റെ കൂടെയാണ് ഇത് എടുക്കുന്നത്. നമുക്ക് ഏതിൻ്റെ കൂടെയാണെങ്കിലും, പത്തിരിയുടെ കൂടെയോ നൂലപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണിത്. വേറെ പ്രത്യേകിച്ച് ഗ്രേവി ഒന്നും ആവശ്യമില്ല. ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഇതൊരു 25 മിനിറ്റ് ആകുമ്പോഴാണ് ഇതേപോലെ കിട്ടുന്നത്. ഇതാണ് പാകം. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഗീ റൈസിൻ്റെ കൂടെയാണ് എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.